ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിച്ച SR ടോക്സ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തതിന്റെ സംതൃപ്തിയിലാണ് പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധി കേശവനും സുഹൃത്തുക്കളും. പുതിയ ട്രസ്റ്റ് വഴി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അനേകരെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂട്ടായ്മ ഉള്ളത്. തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയും SR ടോക്സ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയും. അതിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്ക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇന്നെല്ലാവരും. സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറമുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചമർത്തി സെറിബ്രൽ പാൾസി ബാധിതനായ ശ്രീനിധിയും കാഴ്ചാപരിമിതിയുള്ള മറ്റു സുഹൃത്തുക്കളും SR ടോക്സിനെ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തത് ഇന്നാണ്. ഞങ്ങൾ കുറെ മാസങ്ങളായി വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ പോകണിട്ടുള്ളത്. SR ടോക്സ് എന്ന കൂട്ടായ്മ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് രജിസ്ട്രേഷനായി ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ 4 പേരും ഞങ്ങൾ അത് മറ്റ് 2 പേരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു ഈ ഒരു ഇതിലൂടെ പൂവണിയാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. ഇനിയും ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട്. ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി അതിന്റെ കാര്യങ്ങളും പിന്നെ ഒരുപാട് പ്രോഗ്രാംസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതുവരെ അംഗപരിമിതർക്കായി നിരവധി പരിപാടികൾ SR ടോക്സ് സംഘടിപ്പിച്ചിരുന്നു. ട്രസ്റ്റ് ആയതോടെ ഇത് കൂടുതൽ എളുപ്പമാകും എന്ന പ്രതീക്ഷയാണ് ശ്രീനിധിക്കും അതുലിനും അർജുനുമെല്ലാം. അപ്പൊ നമ്മൾ രജിസ്റ്റേർഡ് ആയല്ലോ. അപ്പം അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രിപ്പാണ്. 1 ഡേ ട്രിപ്പ്. മീൻസ് എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലും പിന്നെ ഹാപ്പി എന്നുള്ള രീതിയിലും ഇപ്പൊ രജിസ്റ്റർ ചെയ്തു എന്നുള്ള സന്തോഷത്തിന്റെ പേരിൽ ഒരു 1 ഡേ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുകയെന്ന ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.